സംസ്ഥാനത്ത് പച്ചക്കറി വില മാറ്റമില്ലാതെ തുടരുകയാണ്. തുടർച്ചയായ രണ്ടാം ദിവസമാണ് വിപണി വില ഉയർന്നു നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയെ അപേക്ഷിച്ച് 20 മുതൽ 30 രൂപ വരെയാണ് വില വർധനവ്. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വരൾച്ചയാണ് പ്രതിസന്ധിക്ക് കാരണമായി വിലയിരുത്തുന്നത്. അതേസമയം സംസ്ഥാനത്തെ ഹോർട്ടികോർപ്പ് വഴി വിതരണം ചെയ്യുന്ന പച്ചക്കറികൾക്കും പൊള്ളുന്ന വിലയാണ്. ഇഞ്ചി 1 കിലോ 140 നിന്ന് ഒറ്റയടിക്ക് 180ലേക്ക്, മുരിങ്ങക്ക കിലോ 40 നിന്ന് 60ലേക്ക്, തക്കാളി 40 രൂപയിൽ നിന്ന് 60 രൂപയിലേക്ക്, വെണ്ടയ്ക്ക 40 രൂപയിൽ നിന്ന് 50 രൂപയിലേക്ക്, സവാള 30 രൂപയിൽ നിന്ന് 60ലേക്ക്, മുളക് 80 നിന്ന് 120ലേക്ക്, പാവയ്ക്ക 80 രൂപയിൽ നിന്ന് 130 രൂപയിലേക്ക്, സാമ്പാർ മുളക് 50 രൂപയിൽ നിന്ന് 300 രൂപ വരെ, കറിക്കായ 30 നിന്ന് 50 രൂപ വരെ. ഇതാണ് പച്ചക്കറിയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഉണ്ടായ വില വ്യത്യാസം. എല്ലാവിധ പച്ചക്കറികൾക്കും തീപിടിച്ച വിലയാണ്. കഴിഞ്ഞ ആഴ്ചയെ അപേക്ഷിച്ച് 30 മുതൽ 40 രൂപ വരെയാണ് വർധനവ്. പച്ചക്കറി വില കുതിച്ചുയർന്നതോടെ ജീവിത ചിലവ് പ്രതിസന്ധിയിലായതായാണ് വീട്ടമ്മമാരുടെ പ്രതികരണം. എന്തോ പറയാൻ, ഞാൻ ജീവിച്ചല്ലേ പറ്റൂ. എത്ര വില കൂടിയാലും പട്ടിണി അടക്കാൻ പറ്റൂലല്ലോ. വില കൂടിക്കോ, എപ്പോഴും കൂടിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്, കുറവൊന്നുമില്ലല്ലോ. ഓരോ ദിവസം എല്ലാ സാധനങ്ങളും കൂടുന്നു, ഓട്ടോമാറ്റിക്കലി പച്ചക്കറിയും കൂടുന്നു. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ വരൾച്ചയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വില ഉയർന്നതോടെ വിപണിയിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടെന്നാണ് കച്ചവടക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത്. വില കൂടുതലാണ് പൊതുവിൽ. ഇപ്പം എല്ലാ സാധനം വില കൂടുതലാണ്. മഴ എല്ലായിടത്തും മഴയാണല്ലോ, ഇവിടെ മാത്രമല്ലല്ലോ. 5 ദിവസം മുമ്പ് എല്ലാം വിറ്റുകൊണ്ടിരുന്ന മുളക് ഇപ്പം 100 രൂപയാണ്, 60 രൂപ 50 രൂപയായിരുന്നു, 100 രൂപയാണ്. അത് തന്നെ വരുന്ന അതുപോലെ തന്നെ 40 രൂപ 30 രൂപയായിരുന്നു, ഇന്ന് അത് 60 രൂപയാണ്. പാവയ്ക്ക പൊതുവെ വരാറില്ല, 120 100. മാർക്കറ്റിൽ കിട്ടുമ്പോഴേ കൊടുക്കാവുള്ളൂ. കാരണം മാർക്കറ്റിൽ സാധനം നല്ല നമുക്ക് കൊടുക്കാവുള്ളൂ. മാർക്കറ്റ് സാധനം വളരെ കുറവാണ്. 100 ചാക്ക് പറഞ്ഞിടത്ത് 5 ചാക്കായിരിക്കും പറഞ്ഞത്. നമ്മൾ മാത്രമല്ല എടുക്കാൻ പോണത്, ഒരുപാട് മാർക്കറ്റിൽ നിന്ന് ആൾക്കാർ എടുക്കാൻ വരാറുണ്ട്. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഹോർട്ടികോർപ്പുകളുടെ കാര്യവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഹോർട്ടികോർപ്പിലും എല്ലാ സാധനങ്ങളുടെയും വില ഉയർന്ന നിലയിലാണ്. തുടർച്ചയായി പച്ചക്കറി വില ഉയരുമ്പോഴും പിടിച്ചു നിർത്താൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. ജനം, തിരുവനന്തപുരം.